നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 15 നമ്മളെ വിഷു 1-ാം തീയതിയാണ്. 15-ാം തീയതി ഏപ്രിൽ 15. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ. അപ്പോൾ ഞാനിന്ന് പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മളുടെ ഒരുപാട് കാര്യം സാധിക്കേണ്ട കാര്യത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം കട്ട് ചെയ്തുകൊണ്ടോ പിന്നെ ഈ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടോ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഞാൻ വാണിംഗ് തരിക. ഇത് വാണിംഗാണ്. നിങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. ഒന്നടക്കം നിങ്ങളുടെ കുട്ടികളടക്കം കംപ്ലീറ്റ് നശിപ്പിക്കേണ്ടി വരും. അത് ഞാനല്ല ചെയ്യുന്നത്, നിങ്ങളത് മനസ്സിലാക്കണം. കംപ്ലീറ്റ് നശിപ്പിക്കേണ്ടി വരുന്നത് ഞാനല്ല ചെയ്യുന്നത്. കാരണം അത്ര നിങ്ങൾ മോശമായിട്ട് മുസ്ലിം പണ്ഡിതന്മാരും തങ്ങന്മാരും മൗലവിമാരും സത്യം പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ എതിർപ്പ് പറയുന്നുണ്ട്. ഓരോ മുസ്ലിങ്ങളെക്കുറിച്ചും ജമാഅത്ത് പത്രത്തിനെക്കുറിച്ചും അതുപോലെ മുസ്ലിം നേതാക്കന്മാരെക്കുറിച്ചും പള്ളി കമ്മിറ്റിക്കാരെക്കുറിച്ചുമാണ് ഞാൻ ഈ പറയുന്നത്. ഒരാളെക്കുറിച്ചൊന്നല്ല, കംപ്ലീറ്റാണ്. കാരണം മനസ്സിലാക്കണം, സത്യം മൂടി വെച്ചാൽ പിന്നെ അത് ആരാ ഉണ്ടാവുകയെന്നറിയോ? അബൂജഹലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ്. ഫിറൗനൊക്കെ അല്ലേ, അതിൽപ്പെട്ട ആളുകളാണ് ഇന്നത്തെ മുസ്ലിം ലീഗിലുള്ളവർ. അതായത് ഫിറൗനേക്കാണോ തരം താന്നുള്ളവരാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ സമ്പ്രദായങ്ങൾ അതാണ്. നമ്മളെ പൊതുജനം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് ഏത് അറ്റം വരെയും പോകണം. കുറ്റം ചെയ്തവരെ അവരെ പിടിക്കണം, എന്നിട്ട് അവർക്ക് മാപ്പ് പറയുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് നോക്കണം. ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഫുള്ളായിട്ട് തെറ്റിയതാണ്. പോലീസിൻ്റെ അടുത്ത് ഭയങ്കര വീഴ്ചയാണ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് ഭയങ്കര വീഴ്ചയാണ്, കേരള നിയമസഭയുടെ ഭാഗത്ത് ഭയങ്കര വീഴ്ചയാണ്. ഇതൊന്നും ക്ഷമിക്കാൻ സാധിക്കില്ല. ഈ നാട്ടിൽ ജനിച്ച ആളുകൾക്ക് തൊഴിൽ വേണം. അതിന് ജനങ്ങളെ കൊല്ലലല്ല തൊഴിൽ. ഇംഗ്ലീഷ് മരുന്ന് തട്ടിപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസത്തിന് ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൊയ്ത് ഡോക്ടർ അവിടെ നടക്കുന്ന പോലെയുള്ള വേശ്യാലയല്ല. ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആശുപത്രികൾ മുഴുവൻ വേശ്യാലയമാണ്. അത് പൂട്ടണം. അത് മാത്രമല്ല, ഇവർക്കുള്ള കൊടുക്കുന്ന നികുതി പണങ്ങളൊക്കെ നിർത്തി വെക്കണം. ഇവർ ജനങ്ങളെ കൊല്ലാൻ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പാർലമെൻറ്റ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിലുള്ള അയാളുടെ നാട്ടിലുള്ള മുഴുവൻ വോട്ടുകളും കള്ള വോട്ടാണ് എന്നത് പരിഗണനയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കളെ നിങ്ങളെ മാനസിക രോഗിയാക്കി മുദ്രയടിച്ച് പിന്നെ കരണ്ട് പിടിപ്പിച്ച് കൊല്ലങ്ങളോളം പട്ടിണി കെട്ട് കൊല്ലുന്ന സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് ഉള്ളത്. നിങ്ങൾ എന്ത് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നിങ്ങളുടെ മക്കളെ തീറ്റിപ്പടുത്തും നിങ്ങൾക്കുണ്ടായ മക്കൾ തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി ഇവിടുത്തെ ഈ കുണ്ടകളുടെ കൂടെ വളർന്നതുകൊണ്ടാണ്. ഈ കുണ്ടകൾ, അതായത് തെറ്റും ശരി അവർക്ക് തിരിച്ചറിയുന്നില്ല. സ്വന്തം വാപ്പാനും മാനസിക രോഗിയാക്കിയിട്ട് മുദ്രയടിച്ചിട്ട് അവരെ സ്വത്ത് തട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് അതേറ്റ് കഴിയണം. നാളെ നിങ്ങളുടെ ഇതിലേക്കും വലിയ സ്ഥിതിയല്ലേ. മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മുസ്ലിം നേതാക്കളാണ്. ഇവിടെ തിരിച്ചറിയണം, കടുത്ത ശിക്ഷ നൽകണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. ഏറുപാടി ദർഗടക്കം പൊളിച്ചു കളയണം. കാരണം അതൊന്നും തമാശ കളിക്കുന്നവർക്കുള്ളതല്ല. അതൊന്നും തമാശ കളിക്കാനോ നിരപരാധികളെ ശിക്ഷിക്കാനോ ദർഗ ഉപയോഗിക്കരുത്. അതായത് മുസ്ലിം പണ്ഡിതന്മാരുടെ കബറടം കൊണ്ടുപോയി പൂജ ചെയ്ത് നിങ്ങൾ ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ കടുത്ത താക്കീതാണ് ഈ കാര്യം തരുന്നത് മുസ്ലിം പണ്ഡിതന്മാർക്കാണ്. കാരണം നിങ്ങളുടെ അടുത്ത് തോന്നിയാസം ചെയ്തുകൊണ്ടാണ് നിരവധി കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കൊപ്പത്ത് വർക്ക് ചെയ്യുന്ന അവിടുന്ന് ശ്രദ്ധയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടുന്ന് ശ്രദ്ധയപ്പെട്ട കാര്യമുണ്ട്. ഒരു മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഒരൊറ്റ മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഞാൻ പഠിച്ചോളൊന്നുമല്ല, നിങ്ങളത് കണക്കാക്കണം. എൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പാട്ട് തെറ്റൊക്കെ വരും. പക്ഷേ അത് തിരിച്ചറിയുമ്പോഴാണ് അതിന് നമുക്ക് എന്ത് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഗുണം ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവരില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളും വളരെ മോശമാണ്. ഇതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ ഒറ്റരുത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കഴിഞ്ഞ 30 കൊല്ലമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പോലീസുകാർ നടപടി എടുക്കില്ല എന്നൊക്കെ എനിക്കറിയാം. സൈബർ സെല്ല് നടപടി എടുക്കില്ല, കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. നമുക്കൊരു കൈ നോക്കാം. ഒരു കാര്യം ഞാൻ പറയാണ്, സൈബർ സെല്ലിലെ ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഈ പോലീസുകാർക്ക് പുറത്തിറങ്ങേണ്ടി വരും. നട്ടെല്ലാം അടിച്ച് പൊട്ടിക്കാനുള്ള തീരുമാനം വിടും. അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. നിങ്ങൾ ശമ്പളം വാങ്ങിയിട്ടാണ്. ശമ്പളത്തിൻ്റെ മാത്രമല്ല, കുറ്റവാളികളെ നിങ്ങൾക്ക് കയ്യില്ലാന്ന് എനിക്കറിയാം. അതിന് നല്ല ഗൺ പോയിൻ്റ് തീരുമാനമുണ്ട്. അതിന് നിങ്ങൾ എന്നോടൊത്ത് ബന്ധപ്പെടും. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഒന്നും ശരിയാവില്ല, അവർ എംബോക്കികളാണ്. കേരളത്തിലുള്ള മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിമാർ മഹാമോശമാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യത്തിലേക്ക് കിടക്കണം. അപ്പോൾ
ഞാൻ കൊപ്പത്തുണ്ട്, കടയിലേക്ക് പുറപ്പെട്ടാണ്. അതാണ് കാണുന്നത്.